അസ്സലാമലൈക്കും. ഹവാസ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ഫിഷ് മോളിയാണ്. ഇത് നല്ല ടേസ്റ്റാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ ഒരു പാത്രത്തിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ടതിന് ശേഷം അതിലേക്ക് അരമുറി ചെറുനാരങ്ങയുടെ നീരൊഴിക്കണം. ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീരും ഒഴിച്ചതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്യണം. കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ കരിമീനാണ് എടുത്തേക്കുന്നത്. മീൻ പിന്നെ നല്ലോണം വൃത്തിയാക്കിയതിന് ശേഷം കഴുകി വരഞ്ഞ് വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിലേക്ക് നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കണം. ഈ കരിമീനിലേക്ക് ആ വരയിലേക്കൊക്കെ നന്നായി മസാല നല്ലോണം തിരുമ്മി പിടിപ്പിക്കണം. അതിലേക്ക് എല്ലാത്തിലും ഇതേപോലെ അങ്ങനെ മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അത് ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ നമ്മുടെ സൗകര്യം പോലെ പിന്നെ വെക്കണം. എന്നാലാണ് മസാലയൊക്കെ നന്നായി പിടിക്കുകയുള്ളൂ. പിന്നെ ഒരു അരമണിക്കൂറെങ്കിലും അത് മസാല തേച്ച് വെക്കണം. എന്നാൽ മാത്രമേ നല്ലോണം മസാല പിടിക്കുകയുള്ളൂ. ഇതിൽ മുളക് പൊടി ചേർക്കൂല. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയാണ് ഇതിൽ മസ്റ്റായിട്ട് ചേർക്കുന്നത്. പിന്നെ അതൊരു അരമണിക്കൂർ വെച്ചതിന് ശേഷം പിന്നെ അത് വറുത്തിട്ടാണ് കറി വെക്കുന്നത്. പിന്നെ വെളിച്ചെണ്ണയിലാണ് ഇത് വറുത്തെടുക്കുന്നത്. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ കരിമീൻ ഇട്ട് കൊടുക്കണം. പിന്നെ നല്ലോണം ഇളക്കി എടുക്കരുത്, പൊടിഞ്ഞു പോകും. പിന്നെ അങ്ങനെ അത് വേകാനായിട്ട് വെക്കണം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ ഞാനൊരു മൺചട്ടിയിലാണ് വെക്കണത്. അതിലേക്ക് ആ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയും അതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ 2 പട്ട, ഒരു 3 ഏലക്കയും 3 കറയാമ്പൂട്ട്, അതിന് ശേഷം പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇടണമെന്നില്ല. ഇഞ്ചി വെളുത്തുള്ളിയും കട്ട് ചെയ്തിട്ട് ഇട്ടാലും മതി. ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം അത് ഇട്ടാലും മതി. പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതി. പിന്നെ ഒരു ചെറിയ മീഡിയം സൈസ് പിന്നെ സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരിയതായി കട്ട് ചെയ്തത് ഒരു വലിയ പച്ചമുളകും കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിന് ആവശ്യമുള്ളത്ര ഇടാം. ഇത് അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് ഒരു പച്ചമുളക് വലുതാണ് ഇട്ടേക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകാണ്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. അത് വഴണ്ടി വരുന്നതിന് ശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. നമ്മൾ ഫ്രൈ ചെയ്യാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇടാത്തതുകൊണ്ട് പിന്നെ എരിവിന് വേണ്ടി കുരുമുളക് പൊടിയാണ് ഇടുന്നത്. 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് അത് നന്നായി വഴറ്റണം. അതെല്ലാം കൂടെ ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ഒരു നല്ലതുപോലെ ഒന്ന് വഴണ്ടി വരണം. വഴണ്ടി വന്നതിന് ശേഷം പിന്നെ തേങ്ങാപ്പാൽ ഒരു കപ്പ് തേങ്ങ എടുത്ത് ഒരു മുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്തേക്കുന്നത്. തലപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. 1-ാം പാല്, മറ്റേ 2-ാം പാലാണ് ഇപ്പം ഇതിലേക്ക് ഒഴിച്ചത്. അത് ഒഴിച്ചതിന് ശേഷം അതൊന്ന് തിളച്ച് വരുമ്പോൾ മീനിട്ട് കൊടുക്കുക. അത് മീനൊന്ന് തിളച്ച് വരുമ്പം തക്കാളി റൗണ്ടിൽ കട്ട് ചെയ്യണം. ഒരു വലിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. അത് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ ഇങ്ങനെ നിരത്തി കൊടുക്കണം. അങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിന് ശേഷം അതൊന്ന് മൂടി വെച്ച് വേവിക്കണം. വെന്ത് കഴിയുമ്പോൾ നല്ല കുറുകി വരും. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഇച്ചിരി ഉപ്പും കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. നല്ല കുറുകി വന്നതിന് ശേഷം വേണം ഇത് കുറച്ച് പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ ചതച്ചതാണ് ഇപ്പം ഇട്ട് കൊടുത്തത്. അതിന് ശേഷം 1 ടീസ്പൂൺ വിനാഗിരിയും പിന്നെ ബാക്കി ഒരു മുറി ചെറുനാരങ്ങയുടെ നീരും കൂടി ഉണ്ടല്ലോ, അതും കൂടെ ഒഴിച്ച് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് നല്ല ചുറ്റിക്കണം. കയ്യിലിട്ട് ഇളക്കരുത്, മീൻ പൊടിഞ്ഞു പോകും. അതുകൊണ്ടൊന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ഇതെല്ലാം നല്ല കുറുകി വന്നതിന് ശേഷം വേണം പിന്നെ 1-ാം പാൽ ഒഴിക്കാനായിട്ട്. ഇത് കറിയെല്ലാം നല്ല കുറുകി വരുന്നതിന് ശേഷം 1-ാം പാൽ ഒഴിക്കണം. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളക്കണ്ട.
ഒന്ന് ചൂടായി വന്നാൽ മതി. ചൂടായി വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വെക്കണം. മൂടി വെച്ചതിന് ശേഷം ഒരു പിന്നെ അരമണിക്കൂറൊക്കെ അതിന് ശേഷം അത് തുറക്കണം. തുറന്നു കഴിയുമ്പോൾ നല്ല മണമായിരിക്കും. വെളിച്ചെണ്ണയുടെയും ഈ തേങ്ങാപ്പാലിൻ്റെയൊക്കെ നല്ല മണം വരും. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ഇത് പിന്നെ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയൊക്കെ ആണെങ്കിലും ഇത് അപ്പത്തിനൊക്കെ കൂട്ടാം. സെലറി പിന്നെ പൊടിയായി കട്ട് ചെയ്തതോ അതും ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇറക്കി വെക്കാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു ഫ്രൈഡ് റൈസാണ്. ഈ ഫ്രൈഡ് റൈസിന് പിന്നെ ചോറ് ഒന്നിനോടൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നല്ലതുപോലെ പിന്നെ വിട്ടാണ് ഇരിക്കുന്നത്. അതിന് സൈഡായിട്ട് ഒരു പിന്നെ ചില്ലി ചിക്കനും ഉണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് എല്ലാം കൂടെ കൂടുതൽ ലെങ്തായി പോകുന്നുണ്ട്. അതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഫ്രൈഡ് റൈസാണ്. ഈ ഫ്രൈഡ് റൈസ് മസാല ഇടണം. മസാല ഇട്ടില്ലെങ്കിൽ പിന്നെ മാഗി ക്യൂബ് ഇട്ടാലും മതി. പിന്നെ അത് ഈ മസാല ഇടുന്നതാണ് നമ്മൾക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രുചി കിട്ടണമെങ്കിൽ ഈ ഫ്രൈഡ് റൈസ് മസാല തന്നെ ഇടണം. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഇതിന്. ഇത് പിന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.